അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, നൗഷാദ് 17-ാം തീയതി കളരാന്തിരിയിൽ പ്രസംഗിച്ച കബളിപ്പിച്ച പച്ചക്കളവ് പറഞ്ഞത് നമ്മൾ വീഡിയോ വിട്ടിരുന്നു. പല കുരുവിട്ടൂരികൾക്കും ഹാലഴുകിയിട്ട് പലരും PM-ൽ പലതും പറയുന്നുണ്ട്. അതിരിക്കട്ടെ. എന്നിട്ട് അതിന് ശേഷം അടുത്ത കളവും നൗഷാദ് പറയുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ കേൾക്കാം. കളരാന്തിരിയിൽ വന്നിട്ട് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാം അല്ലാഹുവാണ്. നിമിത്തങ്ങോട്ട് കൂടിയിട്ട് മൊത്തം അങ്ങോട്ട് ആകെ പിരാന്തായി. എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്, അദ്ദേഹം പറയാണ്, ചോദിക്കുന്നവരോട് ചോദിക്കാം, ചോദിക്കേണ്ടത് ചോദിക്കാം, എല്ലാം ചോദിക്കരുത്, ചോദിക്കാൻ പറ്റിയത് ചോദിക്കാൻ പറ്റാത്തത് ഇപ്പം 2 ഉണ്ടാക്കി. അക ചെറിയ ചെറിയ വാക്കുകളാണെങ്കിൽ വലിയ ആശയം ഫിറ്റ് ചെയ്യാം. വലിയ വലിയ ആശയങ്ങൾ ഫിറ്റ് ചെയ്യാണ്. ചോദിക്കാൻ പറ്റിയത് ചോദിക്കാൻ പറ്റാത്തത്. ചോദിക്കാം, മഹാന്മാരോടൊക്കെ ആരോടും ചോദിക്കാം. എല്ലാം ചോദിക്കാൻ പറ്റില്ല, ചോദിക്കാൻ പറ്റുന്നതേ ചോദിക്കാൻ പറ്റുള്ളൂ. ആർക്കും മനസ്സിലാവില്ല എന്താണ് പറഞ്ഞത്. എന്നിട്ട് ഇങ്ങനെ വിളിക്കുക, ചിരിക്കുക അതിന് പറയാൻ പറ്റില്ല, അതിന് വിളിക്കുക എന്നാ പറയാം. അത് ഞാൻ പറയണില്ല, അതൊരു മൗലവി പറഞ്ഞതുണ്ട്, വഹാബി മൗലവി. അത് നമുക്ക് കേൾക്കാം. സംസാരിക്കും. പിന്നെ നൗഷാദാസന്റെമാരുടെ ഇളിയൊന്നും ഇവിടെ വേണം, അത് ഇവിടെ വിലപ്പോവില്ല. മനസ്സിലാവുണ്ടോ? നൗഷാദിൻ്റെ ആ ഇളി ഉണ്ടല്ലോ, അതുപോലത്തെ ഇളി ഇവിടെ നടക്കൂല എന്നൊരു വഹാബി പറയാം. അപ്പോൾ അത് ഇളിയാണ്, അങ്ങനെ ഇളിച്ചിട്ട് കാര്യമില്ല എന്ന്. അപ്പോൾ എന്താണ് ചോദിക്കാൻ പറ്റാത്തത്? എല്ലാം എന്തും ചോദിക്കാം, അത് ചോദിക്കാൻ പറ്റുന്നതേ ചോദിക്കാൻ പറ്റുള്ളൂ. അതെല്ലാവർക്കും തിരിയില്ലേ. സാധാരണ ഒരു ജീവിച്ചിരിക്കുന്ന ഒരാളോടായാലും ചോദിക്കേണ്ടതല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. എനിക്ക് കുറച്ച് കള്ളു കൊടുത്തരണം, ചോദിക്കാൻ പറ്റും. പണ്ട് കല്ലൂർ ഉസ്താദിൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, വഹാബികൾക്ക് മറുപടി. വഹാബികൾ ഇങ്ങനെ ചോദിച്ചാൽക്കും പെണ്ണുങ്ങളോട് ചോദിക്കാൻ പറ്റുന്നത് അള്ളാഹിനോട് ചോദിക്കാൻ പറ്റുമോ, അള്ളാഹിനോട് ചോദിക്കാൻ പറ്റിയത് ഭാര്യനോട് പറ്റുമോ, ഭാര്യനോട് ചോദിക്കാൻ പറ്റുമോ, അള്ളാഹിനോട് ചോദിക്കാൻ പറ്റും. ഇതേമാതിരി അപ്പോൾ ചോദിക്കാൻ പറ്റുന്നതേ ചോദിക്കാൻ പറ്റുള്ളൂ, ചോദിക്കാൻ പാടില്ലാത്തത് ചോദിക്കാൻ പാടില്ല. എന്നിട്ട് അത് കൊണ്ടുപോകണത് എന്തിനാണ്? ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റുള്ളൂ, ചില കാര്യങ്ങളെ ചോദിക്കാൻ പറ്റുള്ളൂ, അനുവദിക്കപ്പെട്ട തന്നെയാണ് എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ വിവരക്കേടാണത്. പേരോട് ഉസ്താദല്ല പറഞ്ഞത്. എന്നിട്ട് അയാൾ ശേഷം നൗഷാദ് തന്നെ പറയുന്നുണ്ട്, ഇത് നമുക്ക് കേൾക്കാം. പണ്ട് മഞ്ചേശ്വരത്തുനിന്ന് സക്കരിയാസലായി ചോദിച്ചിരുന്നു, അള്ളാഹിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യവും അമ്പിയാ ഉലിയാക്കന്മാരോട് ചോദിക്കാൻ പറ്റുമോ? അന്ന് മറുപടി വരാൻ കഴിഞ്ഞില്ല അയാൾക്ക്, അന്ന് തന്നെ അത് ഉറപ്പില്ലല്ലോ. കണ്ടില്ലേ, മഞ്ചേശ്വരത്ത് നിന്ന് സക്കരിയ സലാഹി. അത് ആരാണ് സക്കരിയ സലാഹി? നൗഷാദിൻ്റെ നേതാവ്. കാരണം എന്താ രണ്ടാളും വഹാബി ആശയം തന്നെയാണ്. കാരണം വഹാബികൾ വൈരുദ്ധ്യങ്ങളുടെ കലവറകളാണ്, നൗഷാദും വൈരുദ്ധ്യങ്ങളുടെ കലവറകളാണ്. കുരുവട്ടീരിസം മൊത്തം അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലോ. പിന്നെ സക്കരിയ സലാഹിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അയാൾ ഇസ്ലാം മാസികയിൽ അയാൾ എഴുതിയിട്ടുണ്ട്, കഴിഞ്ഞു പോയ 30 വർഷം ഞാൻ പ്രസംഗിച്ചതും എഴുതിയതൊന്നും ഇനി ഉപയോഗിക്കരുത്, കൂടുതലും മൂപ്പര് പഠിച്ചപ്പോൾ എപ്പോഴാണ് ഞാൻ സത്യം എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എഴുതിയിട്ടുണ്ടല്ലോ. മുജാഹിദ് സഹോദരന്മാരോട് സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞിട്ട് ഇതേമാതിരി നൗഷാദും പറയുന്നുണ്ട്, പഴയ പ്രസംഗങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ലേ? 2013 വരെ ഉള്ളത്, അവിടുന്ന് മുട്ടുകൾ 2020 വരെ ഉള്ളത് നോക്കിയാൽ മതി. അതൊന്നും അതിൻ്റെ ശേഷമുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ ഒക്കെ പേവുണ്ട്. അപ്പോൾ സക്കരിയ സലാഹിനോട് ഭയങ്കര അവർ തമ്മിൽ ബൈ ആണ്. അപ്പോൾ സക്കരിയ സലാഹി മഞ്ചേശ്വരത്ത് നിന്ന് ചോദിച്ചിട്ട് അതിന് പേരോട് ഉസ്താദ് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. ആര്? നൗഷാദ് ഇപ്പോൾ പറയാം, ഇതുവരെ ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ മഞ്ചേശ്വരത്ത് എന്താണ് സക്കരിയ സലാഹി ചോദിച്ചത്, എന്താണ് പേരോട് ഉസ്താദ് അതിന് മറുപടി കൊടുത്തത് നമുക്ക് കേൾക്കാം. സക്കരിയ സലാഹി ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, ഇദ്ദേഹം പറഞ്ഞു എന്നൊക്കെ ചോദിക്കാം. അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ? അതാണ് ഞങ്ങളെ ഒന്നാമത്തെ ചോദ്യം. അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ഒന്നാമതായി ചോദിക്കാനുള്ളത്. കാരണം 2 തരം സഹായം തട്ടത്തെയും 2 തരം ചോദ്യത്തെയും കൂട്ടിക്കുഴച്ചുകൊണ്ട് വിഷയം അട്ടിമറിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. എന്താണ് സക്കരിയ സലാഹി ചോദിക്കുന്നത്? അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റുമോ എന്ന്. ഇതാണ് സക്കരിയാനോട് കൂറുള്ള നമ്മളെ നൗഷാദും പറയണത്. എന്നിട്ട് അതിന് പേരോട് ഹുസൈനും മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. പേരോട് ഹുസൈനും മറുപടി നമുക്ക് കേൾക്കാം. ഏതായാലും അൽഹംദുലില്ലാഹ് തവസ്സുലിന് ധാരാളം തെളിവുകൾ അംഗീകരിച്ച് ഒരു കാര്യം അംഗീകരിച്ച് കിട്ടി നമ്മുടെ വാദപ്രതിവാദം കൊണ്ട് ഇനിയുള്ള ഇസ്തിഹാസ മാത്രമേ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. ഒരു വിഷയം നമുക്ക് ലാഭം കിട്ടും. ഇനി കാര്യമായിട്ട് ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിന്റെ മറുപടി
ഞാൻ നന്നായിട്ട് പറയാണ്, നന്നായി നിങ്ങൾ മനസ്സിലാക്കണം. ചോദിച്ചത് എന്താന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഏതായിരുന്നാലും കുറെ കാര്യം ചോദിക്കാന്നുള്ളത് സംഭവിച്ചു. ഇനി ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടി നമ്മളെ തർക്കം തീർന്നാൽ നമുക്ക് വിഷയം പൂർത്തിയായി. ഇനി ഒരു കാര്യം വേണ്ടത്, അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ലീസ്റ്റ് ഒന്ന് നിങ്ങൾ പ്രസിദ്ധീകരിക്കുക. ഇന്ന് വരെ നിങ്ങൾ ഒരു പ്രസിദ്ധീകരണത്തിലും ഒരു പുസ്തകത്തിലും ഇന്നത് അള്ളാഹിനോടേ ചോദിക്കാവൂ, ഇന്നത് സൃഷ്ടികളോടേ ചോദിക്കാവൂ എന്നൊരു ലീസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇനി നിങ്ങൾ ആ ലീസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ ഓരോന്നോറും നോക്കി ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഞാൻ വേണ്ട ഒരു ഡോക്ടർ ആകുമ്പോ പരിശോധിച്ചിട്ടാണ് മരുന്ന് കൊടുക്കേണ്ടത്. നിങ്ങളുടെ രോഗം ഞാൻ മനസ്സിലാക്കട്ടെ. നിങ്ങൾ ഏതാണ് അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ഖുർആൻ കൊണ്ട് പറയണം. അതുപോലെ തന്നെ സൃഷ്ടികളോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഖുർആൻ കൊണ്ട് പറയണം. അതിന്റെ ആയത്ത് മൗലവി ഓതിയിട്ട് ചോദ്യം ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് കിട്ടി ഞാൻ മറുപടി പറയും. കണ്ടോ, പേരുടെ ഉസ്താദ് വ്യക്തമായി മറുപടി പറഞ്ഞു. എന്ത്, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്ക് എന്ന് ആര് പേരുടെ ഉസ്താദ് പറയുന്നുണ്ട്. ആ വാദപ്രതിവാദം കഴിയുന്നത് വരെ സക്കരിയ സലാഹിനോട് കൊണ്ട് അത് പറയാൻ കഴിഞ്ഞിട്ടില്ല. അത് ഖുർആൻ കൊണ്ടിട്ട് പറയുമ്പോൾ വ്യക്തമായ മറുപടി തരാമെന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് കബളിപ്പിച്ചിട്ട് ആര് നമ്മളെ നൗഷാദ് വഞ്ചിക്കുക, കുരുവട്ടൂരുകളെ വഞ്ചിക്കുക. പേരോട് ഉസ്താദിനെ അവിടെ പറയാൻ കഴിഞ്ഞിട്ടില്ല, അന്ന് തന്നെ ഉണ്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അവനക്ക് തന്നെ അറിയാം. പക്ഷെ എന്ത് ചെയ്യാനാണ്, പിശാജിൻ്റെ വലയിൽ പെട്ട് കള്ളത്തുരീകത്തിൽ പെട്ടുപോയുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇതാണ് കുരുവട്ടൂർ. അതിന് ശേഷം നൗഷാദ് കുറേ പറയുന്നുണ്ട്. വഴിയേ ഓരോന്ന് വ്യക്തമാക്കി അവൻ്റെ കബളിപ്പിക്കലും കള്ളം പറയുന്നതൊക്കെ നമുക്ക് പൊളിച്ചടക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.